പ്രിയപ്പെട്ടവர்களെ, നമ്മുടെ കേരള മലപ്പുറം ഭാഗത്തിൽ നിന്ന് തമിഴ്നാട് സുற்றுലാ பயணிகள் പോയ വണ്ടി അപകടത്തിൽപ്പെട്ടത് വാൾപ്പാറ പൊള്ളാച്ചിക്കിടയിലെ അപകടത്തിൽപ്പെട്ട് 10-11 പേർ മരിച്ചതായിട്ട് ഇപ്പം നമുക്ക് തഹവൽ കിടച്ചിരിക്കുന്നത്. അതിൻ്റെ ഫോട്ടോസാണ് ഇപ്പം ഞാൻ ഇങ്ങനെ കൂട്ടായ്മ ഇട്ടിട്ടുള്ളത്. ഹെയർ പിൻ വളവ് കണ്ടില്ലേ? കണ്ടോ? ഇത് 13ാമത്തെ വളവിൽ നിന്ന് തെന്നി വീണ് 9-ലോ മറ്റെയാണ് ചെന്ന് വീണത്. വാൾപ്പാറ വഴിയുള്ള യാത്രയാണ് കണ്ടത്. മനോഹരമായ സ്ഥലമാണ്, പക്ഷേ അപകടം സംഭവിച്ചു പോയി. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക വിനോദയാത്ര പോകുമ്പോൾ. കൂടുതലൊന്നും പറയാൻ തോന്നുന്നില്ല കേട്ടോ. ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദാരുണാന്ത്യം നടന്ന സംഭവങ്ങളെല്ലാവരും മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുമുണ്ടാവും. എല്ലാവരും വിനോദയാത്ര പോകുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എപ്പോഴും ടെൻഷനും പഠിപ്പിക്കലും എല്ലാം കൂടിയായിട്ട് ജോലി ഭാരവും എല്ലാം കൂടെ വരുമ്പോൾ അതിനെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും പോകുന്നത്. അപ്പോൾ അടിച്ചു പൊളിച്ചങ്ങോട്ട് പോകും. പക്ഷേ ഹെയർ പിൻ പോലുള്ള സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഡ്രൈവർമാരെ കൂടെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈസൻസ് കിട്ടി ഉടനെയുള്ള കുട്ടികളെ ചെറുപ്പക്കാരെ എല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. എന്താണെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് ഹെയർ പിൻ മേഖല. ആ വളവെല്ലാം ഒരു ചെറിയ മുട്ടുസൂചി കുത്തുന്ന വലിപ്പം മതി നമുക്ക് അപകടം പറ്റാൻ. അത്രയും നേരം മതി അപകടം പറ്റാനായിട്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എക്സ്പെർട്ടായിട്ടുള്ളവരെ തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. ഈ പിള്ളേർ ലൈസൻസൊക്കെ എടുത്ത് അവരും എൻജോയ് ചെയ്യുമല്ലോ. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവരുടെയും കണ്ണൊന്നും തെറ്റാതിരിക്കില്ല, അല്ലെങ്കിൽ മനസ്സ് തെറ്റാതിരിക്കില്ല. പ്രായം അതാണല്ലോ. അതുകൊണ്ട് എല്ലാവരും ഈ വിനോദയാത്രയൊക്കെ പോകുമ്പോൾ വളരെ ഇതുപോലെയൊക്കെ സെലക്ട് ചെയ്തൊക്കെ ഡ്രൈവർമാരെയൊക്കെ വെച്ച് കൊണ്ടുപോയി ചെയ്യുക. പിന്നെ വരാനുള്ളതൊന്നും വഴിയിൽ തങ്ങില്ല, എങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ട് തോന്നുന്നില്ല, കാണിക്കാനും തോന്നുന്നില്ല. ഇതൊന്നും പടങ്ങളൊന്നും കാണിക്കാനും തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. യാത്രയ്ക്കൊരുങ്ങും മുമ്പ് വാഹനങ്ങളും ഡ്രൈവറെയും നമ്മളും മനസ്സ് എല്ലാം പാകപ്പെടുത്തണം. ഇതെല്ലാം കുട്ടികൾക്ക് വലിയ ഷോക്കല്ലേ. അവരുടെ ടീച്ചേഴ്സാണ് മരണപ്പെട്ടത്. കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ഷോക്കായിട്ടുള്ള കാര്യമാണ്. മാനസികമായിട്ടുള്ള ദുഃഖങ്ങളും എല്ലാം വരുന്ന കാര്യമാണ്. കൗൺസിലിങ്ങൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഈ നടന്നത്. അപ്പോൾ എല്ലാവരും ഇനിയെങ്കിലും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നല്ലത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാം.